വാർത്തകൾ തുടരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പൊയ്പ്പാടത്ത്. ട്രെയിനിങ് എല്ലാവർക്കും ആവശ്യമാണ്, ഒരു വിഭാഗത്തിന് മാത്രമല്ല. വയസ്സായില്ലേ, നിലപാട് തിരുത്താൻ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ തിരുത്തപ്പെടേണ്ടതാണെന്നും പുഷ്പവതി മീഡിയ വണ്ണോട് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണൻ തന്റെ നിലപാടുകൾ തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇന്നും അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എന്താണോ പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ അന്ന് ഫിലിം കോൺക്ലേവിൽ പ്രതിഷേധിച്ച പുഷ്പവതി പൊയ്പ്പാടത്ത് മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. അന്ന് എന്ത് നിലപാടാണോ എടുത്തത് അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. എന്താണ് അതിൽ പറയാനുള്ളത്? പൈസയില്ലേ, അതുകൊണ്ട് തിരുത്താൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പക്ഷെ തിരുത്തപ്പെടേണ്ട ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ. നമുക്കതിന് അതിൻ്റെ ഒരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി സർക്കാർ ചെയ്തിട്ടുള്ളൊരു പോളിസിയാണ്. അവരെ സിനിമയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണല്ലോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അത് നല്ല കാര്യമല്ലേ? അപ്പോൾ അത് അങ്ങനെ ചെയ്യണ്ട, അതിങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയാൻ, അല്ലെങ്കിൽ പിന്നെ 1.5 കോടി കൊടുക്കണ്ട, 50 ലക്ഷം വീതം 3 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3 സിനിമകൾ ഉണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ പറയാം. അദ്ദേഹത്തിന് അതിനുള്ള അഭിപ്രായം പറയാം. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിന് എനിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹം ഭരണഘടനാപരമായിട്ട് നമുക്ക് അവകാശമുള്ള ഒരു ഇതുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. ആ അഭിപ്രായം പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ, അത്രേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് വാണിജ്യ സിനിമയ്ക്ക് വേണ്ടി സർക്കാർ സംവിധാനത്തിലുള്ള പണം എന്തിന് മുടക്കുന്നു എന്നാണ് ഇന്നും പറഞ്ഞത്, അന്നും പറഞ്ഞത്. അതുമാത്രമല്ല, ഈ പറയുന്ന SC/ST വിഭാഗത്തിലുള്ളവർക്ക് അവർക്ക് മാത്രം അവർ സിനിമ തയ്യാറാക്കുമ്പോൾ അവർക്ക് 3 മാസത്തെ ട്രെയിനിങ്, വിഗറസ് ട്രെയിനിങ് കൊടുക്കണമെന്നാണ് ഇപ്പോഴും പറയുന്നത്. ട്രെയിനിങ് ഒരു വിഭാഗത്തിന് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ട്രെയിനിങ് ആവശ്യമാണ്. ഈ സിനിമ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സാങ്കേതിക ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം നോളജ് വേണമല്ലോ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോയിട്ട് സിനിമ എടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് പാട്ടുണ്ടാക്കാനേ അറിയുള്ളൂ. പാട്ട് ഞാൻ വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളൊരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ അതിന് സാധിച്ചൊന്നും വരില്ല. അപ്പോൾ എല്ലാവർക്കും ട്രെയിനിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ട്. അത് SC/STക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ട്രെയിനിങ് കിട്ടിയ ആളുകളാണോ ഡോക്ടർ ബിജു ഒക്കെ സിനിമ എടുത്തത്? 15ഓളം സിനിമ എടുത്ത് അദ്ദേഹം പിന്നെ ഇന്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും പുരസ്കാരങ്ങൾ നേടി, അവാർഡുകൾ നേടി ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ, ദളിതനായിട്ടുള്ള ഡോക്ടർ ബിജു. അപ്പം അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആളുകളോട് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയണത്, അതായത് അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഇങ്ങനെയൊക്കെ പറയണത്. ചേച്ചി മാത്രമേ അന്ന് പ്രതിഷേധിച്ചുള്ളൂ. അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ആ പ്രതിഷേധം നടത്തിയത്. ചേച്ചിക്ക് സിനിമയായിട്ട് ബന്ധമില്ല, സിനിമയുമായിട്ട് ബന്ധമില്ലാത്ത ആൾ എങ്ങനെ ഈ സിനിമാ കോൺക്ലേവിൽ പങ്കെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട്. ഞാൻ സിനിമയായിട്ട് ഒരു 24 വർഷമായിട്ടുള്ള ബന്ധമുണ്ട്. ഒരു ഗായിക എന്നുള്ള നിലയ്ക്ക്. പിന്നെ എൻ്റെ സംഗീത സംവിധാനങ്ങളൊന്നും സിനിമയിൽ വന്നിട്ടില്ല എന്നുള്ളൂ. ഞാൻ നിരവധി ഗാനങ്ങൾ സംവിധാനം ചെയ്തിട്ട് കേരളത്തിന് പുറത്തും ഇന്ത്യക്കകത്ത് മുഴുവനും അലയടിച്ചിട്ടുള്ള ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗാനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അറിയപ്പെടുന്ന പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആണ് ഞാൻ.